എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കും സുഖമാണ്. ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് പാല് കാച്ചലിനായി കോട്ടയത്തേക്ക് പോവുകയാണ് കേട്ടോ. രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ ചേട്ടൻ്റെ 2 കൂട്ടുകാരും കൂടി ഞങ്ങൾക്കൊപ്പം വരുന്നുണ്ട്. ഇന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നമ്മുടെ അണ്ണനാണ്. അതുകൊണ്ട് ചേട്ടൻ പുറകിലിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കുകയാണ്. ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവർ 2 പേരുള്ളത് കൊണ്ട് ഞാനിവിടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. മക്കളെ കൊണ്ടുവന്നിട്ടില്ല. പിറ്റേ ദിവസം അവർക്ക് പരീക്ഷ ഉള്ളതുകൊണ്ട് അമ്മയുടെ അടുത്ത് നിർത്തിയിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. പോകുന്ന വഴിയിൽ ജടായുപ്പാറ കണ്ടു. രാമായണത്തിൽ സീതയെ രാവണൻ തട്ടുകൊണ്ടു പോകുമ്പോൾ ജടായു തടഞ്ഞല്ലോ. അപ്പോൾ രാവണൻ്റെ വെട്ടേറ്റ് വീണ ജടായു ഈ പാറയിലാണ് വീണതെന്നാണ് വിശ്വാസം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണ് ഈ ജടായുപ്പാറയിലുള്ളത്. വണ്ടിയിൽ നിന്നും അത്ര നല്ലതുപോലെയൊന്നും വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല കേട്ടോ. അപ്പോൾ 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. വീടൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആരും സംസാരിക്കാനൊന്നും എനിക്ക് വേറെ കമ്പനിക്ക് സംസാരിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോണൊക്കെ നോക്കി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്നിരുന്നപ്പോഴാണ് എനിക്ക് 2 ചേച്ചിമാരെ കമ്പനിക്ക് കിട്ടിയത്. പിന്നെ അവിടെ അങ്ങനെ നിന്ന് അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ്റെ മോൻ കലാമണ്ഡലത്തിലാണ് പഠിക്കുന്നത് കേട്ടോ. അവൻ്റെ ഫ്രണ്ട്സും അവനും ചേർന്ന് അവതരിപ്പിച്ച പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം അവിടെ നിന്നും ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ. ഇതെൻ്റെ വയലറ്റ് മുളകാണ്. ഇതിലെ മുളകെല്ലാം ചുവന്ന് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ ചെടിയിൽ നിർത്തിയിരുന്നാൽ അത് ഉണങ്ങിപ്പോവുമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് എൻ്റെ മോൻ, 2ാമത്തെ മോൻ ഇന്ന് മലപ്പുറത്തു നിന്ന് വരുന്നത്. ഇപ്പോൾ വെക്കേഷനാണല്ലോ, ഓണം എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി വൈകുന്നേരം പോകുന്നുണ്ട്. അണ്ണനാണ് ട്രെയിനിൽ അവനെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ അവരെത്തുമ്പോൾ നമ്മൾ ചെന്ന് വിളിച്ചുകൊണ്ട് വരും. വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ അവനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അറിഞ്ഞത് ട്രെയിൻ ലേറ്റാണെന്ന്. അതിന് ഇടയ്ക്ക് അവിടെ ഒരു കടയിൽ ഇറങ്ങി ഞങ്ങളങ്ങനെ കട്ടനും കോഫിയും ഒക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടാണ് പിന്നെ മോനെ വിളിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. ഈ രാത്രിയിലെ യാത്ര ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു. പോകുന്ന വഴിയിലെല്ലാം അലങ്കാരങ്ങളും ലൈറ്റുകളും അത്തപ്പൂക്കളങ്ങളും ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഓണം എങ്ങനെയാണ്? ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി? കമൻറ്റ് ചെയ്യാം. തലസ്ഥാന നഗരിയിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന വ്യത്യസ്ത മതസ്ഥരുടെ ആരാധനാലയങ്ങളായ പാളയം സെൻറ്റ് ജോസഫ് പള്ളിയും ജുമാ മസ്ജിദ്, ഗണപതി ക്ഷേത്രം എന്നിവകളെല്ലാം സ്ഥിതി ചെയ്യുന്ന പാളയമാണിത്. പാളയം മാർക്കറ്റും രക്തസാക്ഷി മണ്ഡപവും ഒക്കെ കടന്ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ന്യായമായ വേതനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പാവപ്പെട്ട ആശാ വർക്കർമാരുടെ സമരം ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവർ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഈ രാത്രിയും അവരവിടെ കുറേ ആശാ വർക്കർമാർ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്താറായി. അപ്പോൾ
പവർ ഹൗസിൻ്റെ അവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ പവർ ഹൗസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. 1929 അവർ തിരുവിതാംകൂർ മഹാറാണിയുടെ കാലത്താണ് ഈ പവർ ഹൗസൊക്കെ വന്നത് കേട്ടോ. അങ്ങനെ ഇതിൽ തിരുവിതാംകൂർ ചിഹ്നമായിട്ടുള്ള ശംഖിൻ്റെ രൂപമാണ് അതിൻ്റെ ആ ഫ്രണ്ടിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങളങ്ങനെ കാറിൽ ഇരുന്നപ്പോഴാണ് മോൻ വരെയാണ്. മോൻ എത്തിയിട്ടുണ്ട്. ക്ഷീണിച്ച് തളർന്ന് വരികയാണ് കേട്ടോ. അങ്ങനെ വെക്കേഷന് ഓണത്തിന് അവനും എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഓണം ഒരുക്കങ്ങളൊക്കെ എന്തായി? എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഞാൻ രാത്രി അവന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ എല്ലാവരും കൂടി വന്നത്. പക്ഷേ അവന് രാത്രിയൊന്നും ഫുഡ് വെളിയിൽ നിന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് പിന്നെ അവന് വേണ്ടി വീട്ടിൽ ചോറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് അവൻ ചോറൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.